ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബ്രൗസറാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. ഈ ബ്രൗസറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെ ലോ MB സൈസുള്ളൊരു ബ്രൗസറാണത്. ഏകദേശം 2 MBക്ക് താഴെ മാത്രമേ ഈ ബ്രൗസറിൻ്റെ സൈസായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി സ്പേസ് വളരെയേറെ ലാഭിക്കാൻ ഈ ഒരു ബ്രൗസർ വഴി സാധിക്കും. ബ്രൗസിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് യൂട്യൂബ് ആയിരുന്നാലും ശരി, ഗൂഗിൾ ആയിരുന്നാലും ശരി, ഫേസ്ബുക്ക് ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് ബ്രൗസിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ബ്രൗസർ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. അപ്പോൾ ഞാൻ ഈ ബ്രൗസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ, ഈ ബ്രൗസർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഏകദേശം നല്ലൊരു റേറ്റിംഗുള്ള ആപ്ലിക്കേഷൻ. അത് ഏകദേശം 4.6ൽ കൂടുതൽ റേറ്റിംഗുള്ള ഒരു ആപ്ലിക്കേഷനാണത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം ലഭ്യമാകുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, വിക്കിപീഡിയ എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മുകളിൽ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഗൂഗിൾ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ആൻഡ്രോ ക്രിയേഷൻസ് എന്ന എൻ്റെ ഒരു ചാനലിൻ്റെ പേര് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ആൻഡ്രോ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോ ക്രിയേഷൻസിനെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ എന്താണ് ബ്രൗസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഗൂഗിളിൽ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നിന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് പോകാം. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകും. അതുപോലെ തന്നെ വിക്കിപീഡിയ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിക്കിപീഡിയ ഉപയോഗിക്കാം. അങ്ങനെ എന്തും വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോ ബ്രൗസറിലേക്കും അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റു ബ്രൗസറുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മളൊരു ഗൂഗിൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് യൂട്യൂബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ബ്രൗസറിൻ്റെ ഹോം പേജിൽ വന്നിട്ട് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ടാബ് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് മാത്രമേ നമുക്ക് മറ്റൊരു യൂട്യൂബിലേക്ക് മാറാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും ബ്രൗസറിൻ്റെ ഹോം പേജ് വന്നിട്ടൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒറ്റ ക്ലിക്ക് തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഗൂഗിൾ ആയിരുന്നാലും യൂട്യൂബ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും അതുപോലെ വിക്കിപീഡിയ ആയിരുന്നാലും ഏതായിരുന്നാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരേ സമയം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗസറാണത്. അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു അതെല്ലാം നമുക്ക് ഗൂഗിളിലും കാണാം, യൂട്യൂബിലും കാണാം, ഫേസ്ബുക്കിലും കാണാം, വിക്കിപീഡിയയും കാണാം. അങ്ങനെ എല്ലാത്തിലും നമ്മൾ പ്രത്യേകം സെർച്ച് ചെയ്യാതെ ഒറ്റ കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിലെല്ലാം ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അത് നിങ്ങൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ അവിടെ മൊബൈൽ ടിപ്സ് എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, സെൻഡ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഗൂഗിളിൽ മൊബൈൽ ടിപ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വന്നു. അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്ത് ഞാൻ യൂട്യൂബിലേക്ക് പോകുമ്പോൾ യൂട്യൂബിൽ മൊബൈൽ ടിപ്സിനെ കുറിച്ച് എല്ലാം കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് പോകുമ്പോൾ ഫേസ്ബുക്ക് ലോഗിൻ ആയിരുന്നുവെങ്കിൽ മൊബൈൽ ടിപ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ വരുന്ന പേജുകളും മറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിക്കിപീഡിയയിലേക്ക് പോകുമ്പോഴത്തേക്കും മൊബൈൽ ടിപ്സിനെ കുറിച്ച് കുറച്ച് വിക്കിപീഡിയ ഐറ്റംസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രൗസർ വഴി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സെപ്പറേറ്റ് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ ഒരു കാര്യം നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഗൂഗിളിലും എല്ലാം ഒരേപോലെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് തന്നെ സെർച്ച് ചെയ്യാവുന്ന ഒരു ഫീച്ചറും കൂടി ഇതിലുണ്ട്. നിങ്ങൾ ബ്രൗസിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അതായത് ഗൂഗിൾ ആയിരുന്നാലും യൂട്യൂബ് എന്ന ഫേസ്ബുക്ക് എന്ന ഇതെല്ലാം നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടും. വളരെ ലോ MB ഉള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിച്ചു.